ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലോക വായനാ ദിനം. ആ, എനിക്ക് സത്യത്തിൽ ഏതൊക്കെയാണ് ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ ഫേസ്ബുക്ക് തുറക്കുമ്പം ഓരോരുത്തർ ഇന്ന് മാതൃദിനമാണ്, ഫാദേഴ്സ് ഡേ ആണ്, വായനാ ദിനമാണ്, പ്രണയ ദിനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ദിനത്തെക്കുറിച്ചൊക്കെ പോസ്റ്റൊക്കെ ഇടുമ്പോഴാണ് ഞാൻ ഓരോ ഇന്ന് ഈ ദിവസമാണോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൽ എനിക്ക് മിസ്സിങ് ആയിപ്പോയത് മാതൃദിനത്തെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ അന്നൊരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ഞാൻ വണ്ടാനത്ത് നിൽക്കുമായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് സുഖമില്ലാണ്ടൊക്കെ ആയിട്ട് അവരോടൊപ്പം ഞാനാണ് വണ്ടാനം ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ അന്നത്തെ ദിവസം ഫുള്ള് ഒരു 3 മണി വരെയൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്ന്. പിന്നെ തിരികെ വീട്ടിൽ വന്നപ്പോൾ രാത്രി ആയിപ്പോയി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നതിൻ്റെ ഒരു ഹാങ് ഓവറും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീടാണ് മാതൃദിനമായിരുന്നു എന്ന് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഓരോ പോസ്റ്റൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. അതെനിക്ക് മിസ്സിങ് ആയി. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഓച്ചിറ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് എൻ്റെ അമ്മയുടെ ഓർമ്മകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും മാതൃദിനത്തിനോടനുബന്ധിച്ചിട്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മേനെ ഓർക്കാൻ സാധിച്ചു. അല്ലെങ്കിലും ഓർമ്മകളിലുണ്ട് എപ്പോഴും. പക്ഷെ എന്നാലും നിങ്ങളുമായിട്ടൊക്കെ എനിക്കതൊന്ന് പങ്കുവെക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പം ഇന്ന് വായനാ ദിനമായിരുന്നല്ലോ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഞാൻ ക്ഷേത്രത്തിൽ പോയിരിക്കുമായിരുന്നു. ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണ് പോയി തിരികെ വന്നപ്പം തിരികെ വരുന്ന വഴിക്കാണ് ഞാൻ മൊബൈലിൽ ഫേസ്ബുക്കിൽ നോക്കിയത്. അപ്പം നോക്കിയപ്പം എൻ്റെ അനന്തരക്കാരൻ മീൻസ് ചേച്ചിയുടെ മോളെ കെട്ടിയ ആ പയ്യൻ, അവൻ വായനാ ദിനമാണെന്നും പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടത് കണ്ടപ്പോഴാണ് എന്തായാലും വായനാ ദിനത്തെക്കുറിച്ച് 2 വാക്ക് പറയാണ്ട് വയ്യാന്ന് തോന്നിയത്. കാരണം എല്ലാ ദിവസങ്ങളെക്കുറിച്ചിട്ടും എല്ലാ പ്രധാന ദിവസങ്ങളെക്കുറിച്ചിട്ടും ഞാൻ വീഡിയോ ചെയ്യാറില്ല. എങ്കിലും പ്രധാനം എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതിനു ശേഷം ഞാൻ ഇടാറുണ്ട്. അപ്പം എന്തായാലും വായനാ ദിനത്തെക്കുറിച്ചിട്ട് 2 വാക്ക്. 2 വാക്കെന്ന് പറഞ്ഞ് ഇപ്പം എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയൊരു കമൻറ്റിൽ 2 വാക്കെന്ന് പറഞ്ഞിട്ട് ഇതിപ്പം മണിക്കൂർ കുറേ ആയല്ലോ സംസാരിക്കാൻ തുടങ്ങിയിട്ടെന്ന്. അത് എൻ്റെ റിലേറ്റീവ് തന്നെയായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല. അതിലെ ഞാൻ സന്തോഷമായിട്ട് തന്നെയാണ് ആ കമൻറ്റിനെ സ്വീകരിച്ചത്. അപ്പം 2 വാക്കെന്ന് പറയാൻ കാരണം, എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പം ഈ TV ഒന്നും അങ്ങനെ അത്രയ്ക്കങ്ങ് പ്രചാരത്തിലൊന്നുമില്ല. അത്യാവശ്യം വലിയ ഒരുപാട് പൈസയൊക്കെയുള്ള ആളുകളുടെ വീട്ടിൽ മാത്രമുള്ള ഒരു സംഭവമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അന്ന് 75, 80, 85 ആ കാലഘട്ടത്തിലൊക്കെ റേഡിയോ ആണ് നിലവിലുള്ളത്. പിന്നെ 90-ലൊക്കെ ആയപ്പോൾ വീട്ടിലൊരു TV ഒക്കെ വാങ്ങി. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്കാലം ഉണ്ടല്ലോ, നമ്മൾ വായന തുടങ്ങുന്ന ആ ഒരു സമയമുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഒരു 2-ൽ 3-ൽ ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് എന്ത് കിട്ടിയാലും ഇങ്ങനെ വായിക്കണം എന്നൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. ഒരു പേപ്പർ കിട്ടിയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പരസ്യം കണ്ടാൽ എന്താണത് എന്ന് വെച്ചിട്ട് നമ്മളൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം എനിക്ക് വായന ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ആ കുഞ്ഞു സമയം മുതൽ തന്നെ പൂമ്പാറ്റ, ബാലരമ, ബാലമംഗളം, പിന്നെ കുറച്ചുകൂടെ വലുതായപ്പം ഒരു 4, 5 ആയപ്പോഴത്തേക്കും മംഗളം, മനോരമ, മനോരാജ്യം, അങ്ങനെ കുറേ. അപ്പം ഇങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം നമ്മൾ വായിക്കുക. കാരണം ഈ മംഗളം, മനോരമയൊക്കെ വീട്ടിൽ ഇളയ ചിറ്റപ്പനുണ്ട്, പുള്ളിക്കാരനാണ് ഇതൊക്കെ വാങ്ങുന്നത്. അപ്പം അതൊക്കെ അതിനകത്തൊക്കെ ഉള്ള കഥകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അന്നേ വായിക്കും. പിന്നെ ഈ പൂമ്പാറ്റ, ബാലരമ, ബാലമംഗളം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കാശ് കൊടുത്തിട്ട് വാങ്ങും. അപ്പം എല്ലാ വീട്ടിലും ഒന്നും ഇത് വാങ്ങില്ല. അപ്പം ചില വീടുകളിൽ മാത്രമാണ് ഈ കഥാപുസ്തകങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പം ഇപ്പം ഇന്ന് ഞാനൊരു ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ വായിച്ചു കഴിയുമ്പോഴേക്കും എൻ്റെ വീടിൻ്റെ ഒരു 5-ഓ 10-ഓ വീടിന് അപ്പുറത്തുള്ള വേറൊരു വീട്ടിലായിരിക്കും ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു ബുക്ക്. ഞാൻ പൂമ്പാറ്റ വാങ്ങി അവർ ബാലരമ വാങ്ങും. അപ്പം ഞാൻ വായിച്ചതിന് ശേഷം ആ ബുക്ക് അവർക്ക് കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവരുടെ ബുക്ക് ഞാൻ വാങ്ങും.
അങ്ങനെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു പറഞ്ഞാൽ 10ഉം 12ഉം 15ഉം വീടുകൾ താണ്ടിപ്പോയിട്ട് ബുക്ക് വാങ്ങിക്കൊണ്ട് വന്ന് വായിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. പിന്നെ ഈശ്വരാനുഗ്രഹം പോലെ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനുള്ളൊരു അവസരമുണ്ടായി, ഒരു ലൈബ്രറി പോലെ തന്നെ. കാരണം എൻ്റെ അച്ഛനൊരു സെയിൽസ്മാൻ ആയിരുന്നു. ആലപ്പുഴ സംഘം ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിലായിരുന്നു, ഒരു തുണിക്കടയിലായിരുന്നു, മുല്ലയ്ക്കൽ ഉള്ള ഒരു ഷോപ്പിലായിരുന്നു അച്ഛന് ജോലി. അങ്ങനെ അവിടെ നിന്ന സമയത്ത് അച്ഛന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായി. അങ്ങനെ അച്ഛൻ അപ്പോൾ പൊടിയൊന്നും അടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ ആ ജോലി വിട്ടു. അങ്ങനെ പിന്നെ വീട്ടിൽ അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് അച്ഛന് തോന്നി എന്നാൽ കവർ നിർമ്മാണം തുടങ്ങിയേക്കാന്ന് വെച്ച്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോഴേക്കും 1/4 കിലോ, 1/2 കിലോ, 3/4 കിലോ, 2 കിലോ, 5 കിലോ ഇങ്ങനെയൊക്കെ കവറുകളാണ് ഉള്ളത്, പേപ്പർ കവറുകളാണ്. ഇന്നാണ് എല്ലാത്തിനും നമ്മൾ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അന്ന് അങ്ങനെയല്ല. 1/4 കിലോൻ്റെ കുഞ്ഞി കവർ ഉണ്ടാവും, പിന്നെ 1/2 കിലോൻ്റെ ഉണ്ടാവും. 1/2 കിലോൻ്റെ ഒക്കെ ചെയ്യുന്നതെന്ന് 1/4 കിലോൻ്റെ കവറൊക്കെ ഉണ്ടാക്കുന്നത് കുഞ്ഞു കുഞ്ഞു പൂമ്പാറ്റ, ബാലരമ അങ്ങനെയുള്ള പേപ്പറുകൾ വെച്ചിട്ട്. 1/2 കിലോൻ്റെ ഒക്കെ 1/2 കിലോൻ്റെ കവർ ഉണ്ടാക്കുന്നത് മംഗളം, മനോരമ അങ്ങനെയുള്ള കുറച്ചുകൂടെ വലുതുകൊണ്ട്. പിന്നെ അതിനുശേഷം ഈ 1 കിലോ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ മംഗളം, മനോരമ പോലെയുള്ള ആ പേജിൻ്റെ ഒക്കെ 2 എണ്ണം കൂട്ടിയിട്ടിട്ടാണ് 1 കിലോൻ്റെ ഒക്കെ കവർ ഉണ്ടാക്കുന്നത്. പിന്നെ 5 കിലോൻ്റെ എന്ന് പറയും, 5 കിലോ സാധനങ്ങളൊക്കെ വാങ്ങുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ 5 കിലോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കവറെന്ന് പറഞ്ഞാൽ സിമെൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ആ സിമെൻറ്റിൻ്റെ കവറുകൾ ഒക്കെ വെച്ചിട്ടാണ്. സിമെൻറ്റ് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ കവർ ബാലൻസ് ഉണ്ടാവുമല്ലോ. ഇന്നലെ പ്ലാസ്റ്റിക് കോട്ടിങ്ങിൽ, അന്ന് പേപ്പറാണ്, ശങ്കർ സിമെൻ്റ് ഒക്കെയാണ് അന്നത്തെ കാലത്തുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ പേപ്പർ കവറുകളാണുള്ളത്. അപ്പം ഈ കവറുകൾ വെച്ചിട്ടാണ് 5 കിലോൻ്റെ ഒക്കെ കവർ ഉണ്ടാക്കുന്നത്. അപ്പം അച്ഛൻ അതൊരു കുടിൽ വ്യവസായം എന്നതുപോലെ, പണ്ടൊക്കെ കയർ നിർമ്മാണമാണല്ലോ, അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കവർ നിർമ്മാണം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ മേഖലയിൽ, അതായത് ആലപ്പുഴ വലിയ ചുടുകാട്, ഞാൻ പറഞ്ഞല്ലോ പമ്പിരി ശ്രീ ഹരിഹര ബ്രഹ്മനിഷ്ഠ മഠത്തിന് സമീപമാണ് എൻ്റെ വീടെന്ന്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞ ഒരു കുടിൽ വ്യവസായം പോലെ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വന്നിട്ട് പേപ്പറൊക്കെ വാങ്ങിക്കൊണ്ടു പോകും, അതിൽ ഒട്ടിക്കും. പശയൊക്കെ വെച്ചിട്ട് മൈദയ്ക്കകത്ത് തുരിശെന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ചേർത്തിട്ട് പശ ഉണ്ടാക്കിയിട്ടാണ് ഈ കവർ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം ഈ തുരിശ് ചേർക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കാലം ഇങ്ങനെ എലി വെട്ടാണ്ടൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ ആ ഒരു സംരംഭം അച്ഛൻ തുടങ്ങി. അപ്പോൾ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് പേപ്പറുകൾ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എന്ന് വെച്ചാൽ കുറച്ച് പേപ്പറുകൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും ഇതിലേക്ക് ഇൻവോൾവ്ഡ് ആണ്. അപ്പം അച്ഛനുണ്ട്. അച്ഛൻ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഊണും ഉറക്കവും ഇല്ലാത്ത പോലെ എൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് ആണ് കവറൊക്കെ ഉണ്ടാക്കുന്നത്. എപ്പോൾ നോക്കിയാലും അച്ഛൻ ആ കൂടയുടെ കീഴിൽ ഒരു എന്താ പറയണ്ടേ, കവർ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു ഡെസ്ക് പോലെ. അതിൻ്റെ കീഴിൽ എപ്പോഴും അച്ഛനുണ്ടാവും. അവിടെ നിന്ന് മാറി ഞാൻ കാണുന്നത് തന്നെ ചുരുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ അന്നേരം ആ സമയത്ത് നമുക്ക് കുറച്ച് പേപ്പർ കിട്ടിയിട്ടോ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് പോയിട്ട് കുറച്ച് പേപ്പർ എടുത്തിട്ടോ കാര്യമില്ല. അങ്ങനെ അച്ഛൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ പ്രസ്സുകളുണ്ടല്ലോ, പ്രസ്സിലൊക്കെ പോയിട്ട് അവിടെ ബാലൻസ് വരുന്ന പേപ്പറുകളുണ്ടാവും, പേപ്പർ ഉണ്ടാവും, കഥപുസ്തകങ്ങളുണ്ടാവും, കുഞ്ഞു കുഞ്ഞു ഒരുപാട് പുസ്തകങ്ങൾ, കഥപുസ്തകങ്ങൾ, മംഗളം, മനോരമ. അയ്യോ, പിന്നെ ഈ ലോഡ് അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇനിയിപ്പോൾ എന്ന് വായിച്ചു തീർക്കാൻ 24 മണിക്കൂറും വായിക്കാൻ പാകത്തിനുണ്ട്. ഉണ്ണുമ്പോൾ വേണം, ഉണ്ണുമ്പം ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് കിടന്നുകൊണ്ട് വായിക്കും, ഊണ് കഴിക്കുമ്പോൾ വായിക്കും. അതിങ്ങനെ ബുക്കിങ്ങനെ ഫ്രണ്ടിൽ നിവർത്തി വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതായത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ബുക്കുകൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനെന്ന് പറയുമ്പം വായനയെന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ വായിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ ഒരു ബുക്ക് കിട്ടി മാസങ്ങൾ കൊണ്ട് വായിക്കുന്ന ഒരാളല്ല. ചിലപ്പോൾ അതിനകത്ത് ഡിറ്റക്റ്റീവ് നോവലുകൾ വരെ ഉണ്ടാവാറുണ്ട്, കോട്ടയം പുഷ്പനാഥിൻ്റെ ഒക്കെ. അതൊക്കെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എന്നിട്ട് ഇങ്ങനെ പേടിയോടുകൂടി വായിക്കുന്നതും അതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയിലുണ്ട്. അപ്പം അങ്ങനെ പോലും ശരിക്കും പറഞ്ഞാൽ
നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ പുസ്തകങ്ങൾ, മംഗളം, മനോരമ, വീക്കിലികൾ, നോവലുകൾ, എന്താ പറയണേ, എന്തെല്ലാം ആ സമയത്ത് ഇറങ്ങിയിരുന്നോ ആ ടൈമിലുള്ള എല്ലാ പുസ്തകങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അതൊരു വലിയ, നമ്മുടെ വീടിൻ്റെ ഹാളെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. എൻ്റെ തറവാട് വീട് അത്യാവശ്യം വലുതാണ്. അപ്പം ആ ആ ആ ഹാളിൻ്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ അട്ടിക കണക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇങ്ങനെ അടുക്കി 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 വെക്കും. അപ്പം ഈ പേപ്പറുകളും ബുക്കുകളും എല്ലാം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഒട്ടിക്കുന്ന കവറുകൾ ഉണ്ടാവും. ഇത് വേറെ പോർഷനിൽ വെച്ചിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പം അന്നൊക്കെ ഷോപ്പിൽ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലല്ലോ, ഇത് സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുക. അന്ന് പിന്നെ പൊതിഞ്ഞു കൊടുക്കൽ അങ്ങനെയൊക്കെ 100 ഗ്രാം എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ 100 ഗ്രാമിൻ്റെ ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ടൊക്കെ ചാക്കുവള്ളി കൊണ്ടൊക്കെ കെട്ടിയൊക്കെ തരും, അങ്ങനെയൊക്കെ. അപ്പം ഈ പേപ്പറുകൾ, ഈ കവർ എടുക്കാൻ വേണ്ടിയിട്ട് പള്ളാതുരുത്തി പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ വരും. അന്ന് മറ്റേ നമ്മുടെ സൈക്കിൾ റിക്ഷയാണ്, അതിനകത്തൊക്കെയാണ് ആൾക്കാർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ബണ്ടിൽ കണക്കിന് കൊണ്ടുപോകും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പം പുസ്തകങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, അന്ന് അത്യാവശ്യം കുറച്ച് പൈസ ഉള്ളവർ മാത്രമേ ബുക്കൊക്കെ വാങ്ങൂ. കഥ പുസ്തകങ്ങളൊക്കെ അന്ന് പഠനത്തിനുള്ള പുസ്തകങ്ങൾ മേടിക്കുന്നത് പോലും കുറവാണ് ആളുകൾ, പൈസയൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് പിന്നെ കഥാപുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ അത്യാവശ്യം പൈസയുള്ള ആരെങ്കിലും അത് വാങ്ങും, വായിച്ച് ഇങ്ങനെ കൈമാറി ഓരോരുത്തർ വായിക്കും. അങ്ങനെ ഉള്ളൊരു കാലമായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ ഈ ദാനം ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളിതിങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ പറയില്ലേ, അയ്യോ ശാന്തി ബുക്ക് കൊണ്ടുവന്ന് നമുക്ക് തന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമുക്ക് തിരിച്ചൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മളിത് കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പം എണ്ണിയാൽ തീരാത്തത്ര ബുക്കുകളാണല്ലോ, ഇത് എണ്ണിയെടുക്കുന്നതല്ല, തൂക്കിയൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പം ഇത് ഞാൻ ഒരു കള്ളത്തരം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകങ്ങൾ മോഷിച്ചിട്ട് കൊണ്ടുപോകും. അത് വേറൊന്നിനുമല്ല, കുഞ്ഞിക്കാലത്തെ കാര്യം പറയുക, 4-ലും 5-ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിലെ സാധനം തന്നെ അത് ഞാനിങ്ങനെ, അച്ഛനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൈസ മുടക്കി മേടിച്ച് വെച്ചിരിക്കുന്ന സാധനമല്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ ആർക്കെങ്കിലും വെറുതെ കൊടുക്കാന്ന് പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് കണ്ടാൽ ചീത്ത പറഞ്ഞെങ്കിലോ എന്ന് പറഞ്ഞിട്ട്, അപ്പം അച്ഛനാണെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, നല്ലതായിട്ട് തെറ്റൊക്കെ, ചെറിയ തെറ്റിന് പോലും നല്ലതായിട്ട് വലിയ ശിക്ഷയൊക്കെ തരുന്ന ഒരാളാണ് അച്ഛൻ. അപ്പം അതുകൊണ്ട് തന്നെ പേടിയാണ്. അപ്പം ഈ സാധനങ്ങളൊക്കെ അപ്പം അമ്മയ്ക്കറിയാം. അപ്പം അമ്മയോട് പറയും, അമ്മ ഞാൻ ഈ ബുക്ക് കൊണ്ടു. അപ്പം ഞാൻ എൻ്റെ പഠിക്കുന്ന ബുക്കിൻ്റെ ഇടയ്ക്കോട്ട് ഈ ബുക്കൊക്കെ മംഗളവും അല്ല ബാലമംഗളം, പൂമ്പാറ്റ, ബാലരമ അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ട് ഈ പഠിക്കുന്ന ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവർ, ഈ എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ എന്നെ ഞാനിങ്ങനെ വരുന്നത് നോക്കിയിരിക്കുവാണ്. എന്ന് വെച്ചാൽ ഇപ്പം കൊണ്ടുവരും, ഇപ്പം ബുക്ക് കൊണ്ടുവരും. അപ്പം അന്ന് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ എല്ലാവരും ഇങ്ങനെ അടുത്ത വീടുകളിലെ കുട്ടികളുമായിട്ട് കളിക്കുക, ഓടിപ്പിടുത്തം കളിക്കുക, പിന്നെ ഒളിച്ച് കളിക്കുക, അങ്ങനെയൊക്കെയുള്ള കക്ക് കളിക്കുക, അങ്ങനെയുള്ള കുറേ കളികളൊക്കെ അല്ലേ, ഗോലി കളിക്കുക, അങ്ങനെയൊക്കെയുള്ളതല്ലേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ വായന എന്ന് പറയുന്നത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൊടുക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വരുന്ന കാണുമ്പോൾ ശാന്തി വരുന്നുണ്ട്, ശാന്തി VR എന്നാണ് എൻ്റെ പേര്. വെളിയിൽ വീട്ടിൽ രാമനാഥൻ, മകൾ ശാന്തി എന്നുള്ളതാണ്. അപ്പം എൻ്റെ വീട്ടുപേര് വെളിയിലെന്ന് തന്നെയാണ്, എൻ്റെ അമ്മയുടെ പേര് വത്സല എന്നാണ്. 2 രീതിയിൽ വേണമെങ്കിലും എടുക്കാം. വത്സലയുടെയും രാമനാഥൻ്റെയും മകൾ ശാന്തി എന്നും ആക്കാം, വെളിയിൽ വീട്ടിൽ രാമനാഥൻ മകൾ ശാന്തി എന്നും ആക്കാം. രണ്ടായാലും സെയിമാണ്, വ്യക്തി ഞാൻ തന്നെയാണ്. അപ്പം അപ്പോൾ ഇതേ ശാന്തി VR വരുന്നെന്ന് പറയും. കാരണം ശാന്തി എന്ന് പറയുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ പേരിലുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഇതേ ശാന്തി VR വരുന്നു എന്ന് പറയും. എന്നിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് എൻ്റെ ചുറ്റിനും ഇങ്ങനെ നിൽക്കല, ബുക്ക് കൊണ്ടുവന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇതൊക്കെ ആദ്യമൊക്കെ പറയും, ഞാൻ കൊണ്ടുവന്നിട്ടൊന്നുമില്ല, അച്ഛനെ ചീത്ത പറയും, അങ്ങനെയൊക്കെ പറയും. പക്ഷേ എന്നിട്ട് സസ്പെൻസ് ആയിട്ട് ഇതൊക്കെ അങ്ങോട്ട് എടുത്തു കൊടുക്കുമ്പോൾ ഇതുങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരും അത് ഒരേ ബുക്ക് തന്നെ ചിലപ്പം ഒരു ബണ്ടിലുണ്ടാവും, 100 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് 2-3 നൈസായിട്ട് വരിച്ചിട്ട് എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം അവർക്കൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പം ഞാൻ കുറേ കാലം പഠിച്ചതൊക്കെ പെൺകുട്ടികൾ മാത്രം ഉള്ള ക്ലാസ്സിലൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ മിക്സഡ് ആയിട്ട് ഒക്കെ വന്നത്. അപ്പം എനിക്കൊന്ന് 1-ലോ 2-ലോ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഞാൻ പെൺപിള്ളേരുമായിട്ട് പഠിച്ച. ബാക്കിയെല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സിങ് തന്നെയായിരുന്നു.
അപ്പം ഈ ആണുങ്ങൾ അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആണുങ്ങളുടെ അടുത്തുള്ള കൂട്ട് അങ്ങനെയൊന്നും ഇല്ല. ഞാനൊക്കെ വലുതായതിനു ശേഷമാണ് നമ്മൾ എല്ലാവരുടെ അടുത്തും മിണ്ടലും അങ്ങനെയൊക്കെ. എന്ന് വെച്ചാൽ കുഞ്ഞുനാളിൽ നമ്മൾ അങ്ങനെയുള്ള എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളതെല്ലാം ആൺകുട്ടികൾ തന്നെയാണെന്ന് വെച്ചാൽ എൻ്റെ പ്രായത്തിലുള്ളതും എൻ്റെ ഇളയത്തുങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാവരും ഞങ്ങൾ കുറേ പെൺപിള്ളേരുണ്ട്, കുറേ ആണുങ്ങളുണ്ട്, എല്ലാവരും കൂടെ ഉള്ള ഒരു കുട്ടിക്കാലമുണ്ട്. അതൊക്കെ ഇനി ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ അന്നേരം വേറൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇതിപ്പം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുട്ടികൾ വരുന്നു, ആദ്യം ഞാൻ ഇല്ലെന്ന് പറയും, പിന്നെ ഇത് കൊടുക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷമുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു പരിഗണനയുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബുക്കുകളൊക്കെ എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനും അത്യാവശ്യം വായിക്കുന്ന, എന്തിനു പറഞ്ഞു, ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും എനിക്ക് വായിക്കാൻ ബുക്ക് വേണമായിരുന്നു കുഞ്ഞിക്കാലത്തൊക്കെ. അങ്ങനെ പോലും, അതായത് എപ്പോഴും എനിക്ക് വായിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനത്തെ. അത്യാവശ്യം ഞാൻ പറഞ്ഞ മറ്റു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം ഞാൻ പഠിക്കുന്നൊരു കുട്ടി തന്നെയായിരുന്നു. അപ്പം എപ്പോഴും പഠനം, വായന അങ്ങനെയൊക്കെ ഉണ്ട്. കളിക്കേണ്ട സമയത്ത് കളിക്കും, പഠിക്കേണ്ടപ്പോൾ പഠിക്കും, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം എന്തായാലും ശരി, ഇന്നത്തെ വായനാ ദിനം എന്നുള്ള ഒരു ക്യാപ്ഷൻ കണ്ടപ്പം എനിക്കും നിങ്ങളുടെ അടുത്ത് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി, എൻ്റെ ഓർമ്മകൾ പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പൊട്ടത്തരങ്ങളും ക്ഷമിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഇതുകൂടെ ക്ഷമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.